ദുൽഖർ സൽമാനെ തേടി മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം എത്തിയപ്പോൾ മലയാളി ഒന്നടങ്കം ചിന്തിച്ചത് ഇങ്ങനെയാണ്: അച്ഛൻ്റെ വഴിയെ വെറുതെ സിനിമയിലേക്ക് വന്ന താരമല്ല ദുൽഖർ, മറിച്ച് സിനിമയോടുള്ള അഭിനിവേശം മൂത്ത് അതേക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞും തിരഞ്ഞും പഠിച്ചുമാണ് ദുൽഖർ സിനിമയിലെത്തുന്നത്. ആദ്യ സിനിമ സെക്കൻഡ് ഷോ ചെയ്തത് നല്ല ഗൃഹപാഠത്തിന് ശേഷമായിരുന്നു. സ്ക്രീനിൽ എന്തൊക്കെയും കാട്ടിക്കൂട്ടാൻ ദുൽഖറിന് കഴിയുമായിരുന്നില്ല. കാരണം മമ്മൂട്ടി എന്ന മഹാനടന്റെ മകനെന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. താൻ ചെയ്യുന്നത് വാപ്പുജിക്ക് മോശം പേരുണ്ടാക്കരുതെന്ന് ഈ യുവനടന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ 2012 വാപ്പുജിയുടെ അനുഗ്രാശിസുകളോടെ സിനിമയിലെത്തി. ഒരു നടന്റെ മകന്റെ എൻട്രി എങ്ങനെയായിരിക്കണമെന്നതിന് തെളിവായിരുന്നു സെക്കൻഡ് ഷോ. വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ സമകാലിക യുവത്വത്തിന്റെ പ്രകൃതിയായി ശരാശരി മലയാളി യുവാവായി ദുൽഖർ തിളങ്ങി. പിന്നീട് വന്ന ഉസ്താദ് ഹോട്ടൽ, ABCD, ഞാൻ, OK കൺമണി, ഒടുവിൽ ചാർലിയും ദുൽഖർ എന്ന നടന്റെ വളർച്ച നാം കണ്ടു. സംസ്ഥാന അവാർഡിൽ വാപ്പുജിയോടൊപ്പം മത്സരിച്ച് മികച്ച നടനുള്ള അവാർഡും നേടി. ഇവിടെ ജയിച്ചത് ആരാണ് എന്നതിന് അച്ഛൻ്റെ മകൻ എന്നാണ് ഉത്തരം. മലയാളത്തിൻ്റെ മഹാനടന്റെ മകൻ അങ്ങനെയാവാതെ തരമില്ല എന്ന് ദുൽഖറിന്റെ നേട്ടം തെളിയിക്കുന്നു.